ഇടുക്കി ഇടമലക്കുടിയിലേക്ക് പനി ബാധിച്ചു മരിച്ച 5 വയസ്സുകാരന്റെ മൃതദേഹം എത്തിച്ചത് വനത്തിലൂടെ കിലോമീറ്ററുകൾ ചുമന്ന്. ഇന്നലെയാണ് കൂടലാർകുടി സ്വദേശി മൂർത്തി ഉഷ ദമ്പതികളുടെ മകൻ കാർത്തി പനി ബാധിച്ചു മരിച്ചത്. വാഹന സൗകര്യം ലഭ്യമാകാതെ വന്നതോടെ ആളുകൾ വനത്തിലൂടെ ചുമന്നായിരുന്നു കുട്ടിയെ ഇന്നലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇടമലക്കുടിക്കാരുടെ ദുരിത ജീവിതത്തിന് അറുതി വന്നിട്ടില്ല. പനി ബാധിച്ച 5 വയസ്സുകാരനെ ഇന്നലെ ആശുപത്രിയിൽ കൃത്യസമയത്ത് എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. എന്നാൽ ദുർഘടമായ പാതയിലൂടെ വാഹനയാത്ര സാധിക്കാതെ വന്നതാണ് ഇടമലക്കുടിക്കാർക്ക് തീരാവേദന സമ്മാനിച്ചത്. കൂടലാർകുടിയിൽ നിന്ന് വനപാതയിലൂടെ കിലോമീറ്ററുകളോളം കുട്ടിയെ ചുമന്ന് ഇന്നലെ ആനക്കുളത്തെത്തിച്ചു. അവിടെ നിന്ന് മാങ്കുളത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും പനി മൂർച്ഛിച്ചതോടെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ആശുപത്രിയിൽ എത്തും മുമ്പ് കുട്ടി മരിച്ചു. നമ്മുടെ ഈ വഴി സൗകര്യം ഇടമലക്കുടിയിലോട്ടുള്ള റോഡ് സൗകര്യം ഇല്ലാത്തതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കുട്ടികൾ ഇങ്ങനെ പനി ബാധിച്ച് മരിക്കാനും മറ്റേ ഇതുപോലെ തന്നെ പനി ബാധിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ ഇനിയും കുടിയിൽ ഇഷ്ടംപോലെ ആൾക്കാർ കിടപ്പുണ്ട്. വളരെ ദുരിതമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് കാണുവാണെങ്കിൽ നേരിട്ടൊരു അന്വേഷണം ഇടമലക്കുടിയിലോട്ട് ഇടുകയും ഞങ്ങൾ ഇടമലക്കുടിയിലോട്ട് നല്ല വഴി വരികയും ഉണ്ടാകും. പനി ബാധിച്ചു മരിച്ച കുട്ടിയുടെ മൃതദേഹം വനത്തിലൂടെ ചുമന്നു കൊണ്ടുപോകേണ്ടി വന്ന ഗതികേട് പ്രതിഷേധം കൂടിയാണെന്ന് നാട്ടുകാർ പറയുന്നു. മൂന്നാറിൽ നിന്ന് രാജമലയിലൂടെ റോഡ് മാർഗം ഇടമലക്കുടിയിലെത്താൻ 16 കിലോമീറ്റർ ദൂരമുണ്ട്. വനത്തിലൂടെയുള്ള ഈ പാത പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണിപ്പോൾ. 24 ഇടുക്കി.